നമസ്കാരം. ടോപ്പ് 10ലേക്ക് സ്വാഗതം. കാലങ്ങളോളം കാത്തിരുന്നത് കട്ടുമുടിച്ചത് കാടും നാടും അറിഞ്ഞില്ല. നിയമസംവിധാനം പോലും ഞെട്ടി. വേലി തന്നെ വിളവു തിന്നുന്ന ദേവസ്വവും കൂട്ടുനിന്ന കിങ്കരന്മാർക്കും കരിങ്കൽ തുറങ്ക് തന്നെ വേണം. പരിപാവനമായ അയ്യന്റെ സന്നിധിയിലെത്തി തൊട്ടതെല്ലാം പൊടിതട്ടി കട്ടുമുടിച്ച കാട്ടുകള്ളന്മാരെ കണക്കിന് ശിക്ഷിക്കണം. ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്നാണ് നീതി ദേവതയുടെ വചനം. ഭരണം കയ്യാളുന്നവർ ഉത്തരം പറയണം. കട്ടതിൽ മാത്രമല്ല തൊട്ടതിലെല്ലാം പാളിയ ഇടതുഭരണത്തിന് തിരിച്ചടി നൽകുമെന്ന ആഹ്വാനവുമായി പ്രതിപക്ഷം പുനർജനിക്കുന്നു. കഴിഞ്ഞ 10 വർഷം പഠിച്ച പാഠവുമായി കയ്യോടെ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുകയാണ് ഐക്യജനാധിപത്യ മുന്നണി. ടോപ്പ് 10 സമഗ്രമായ വാർത്തയിലേക്ക് കടക്കുകയാണ്. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. നൂറിലധികം സീറ്റോടുകൂടി UDF കേരളത്തിൽ അധികാരത്തിലേക്ക് കേരളത്തിലെ പ്രവർത്തകരോട് കേരളത്തിലെ ജനങ്ങളോടുള്ള നീതി പുലർത്തും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFന് 100 സീറ്റ് ലക്ഷ്യമിട്ട് കോൺഗ്രസ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തർക്കമില്ല. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം അവസാനം. കൂടുതൽ പാർട്ടികളെ UDFൽ എത്തിക്കുമെന്ന് ബത്തേരി ക്യാമ്പിൽ VD സതീശൻ. UDFന് അനുകൂലമായ സാഹചര്യമെന്ന് ലക്ഷ്യ 2026 നേതൃയോഗത്തിൽ സുനിൽ കനകോലു. 100 സീറ്റും ബോംബ് പോലെ പൊട്ടുമെന്ന് പരിഹസിച്ച് MV ഗോവിന്ദൻ. ശബരിമലയിൽ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലെന്ന് സുപ്രീം കോടതി. നടന്നത് വലിയ ക്രമക്കേട്. ഹൈക്കോടതി പരാമർശം നീക്കണമെന്ന KP ശങ്കരദാസിന്റെ ഹർജി തള്ളി. അന്വേഷണത്തിന് SITക്ക് 6 ആഴ്ചത്തെ സമയം അനുവദിച്ച് ഹൈക്കോടതി. PS പ്രശാന്തിന്റെ ഭരണസമിതിയും അന്വേഷണ പരിധിയിലെന്ന SIT. അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ ബന്ധം വിവാദമായതോടെ പുതിയ പേരുകൾ സമർപ്പിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. തിരുവനന്തപുരം മേയറാക്കാമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ ഉറപ്പിലാണ് മത്സരിച്ചതെന്ന് ശ്രീലേഖ. മേയറാക്കാത്തതിൽ നീരസമില്ല. നേതൃത്വമെടുത്ത തീരുമാനം അംഗീകരിക്കുന്നുവെന്നും രാജേഷിന് പിന്തുണയെന്നും ശ്രീലേഖയുടെ പ്രതികരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് VV രാജേഷ്. നേമം മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാനില്ലെന്ന് V ശിവൻകുട്ടി പറഞ്ഞത് ശരിയല്ലെന്നും സ്ഥാനാർത്ഥി ചർച്ചകൾ നടന്നിട്ടില്ലെന്നും MV ഗോവിന്ദൻ. NSS നേതൃത്വത്തിനെതിരെ ബംഗാൾ ഗവർണർ CB ആനന്ദബോസ്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുവദിച്ചില്ലെന്ന് ഗവർണർ. മന്നം സ്മാരകം എല്ലാ നായന്മാർക്കും അവകാശപ്പെട്ടതെന്നും ഒരാൾക്കും മാത്രമാണോ കുത്തക അവകാശമെന്നും ആനന്ദബോസ്. ആരോപണം തള്ളി NSS. ആന്റണി രാജുവിനെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കി. കേരള നിയമസഭ വിജ്ഞാപനമിറക്കിയത് തൊണ്ടി മുതൽ തിരിമറി കേസിൽ കോടതി ശിക്ഷിച്ചതോടെ 6 വർഷത്തേക്ക് മത്സരിക്കാനാകില്ല. അഭിഭാഷക പദവി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബാർ കൗൺസിലിന് പരാതി. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യം നിഷേധിച്ച് സുപ്രീം കോടതി. പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്നും പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുണ്ടെന്നും കോടതി. മറ്റ് 5 പ്രതികൾക്ക് ജാമ്യം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാറിനെ IMG ഡയറക്ടർ പദവിയിൽ നിന്നും ഒഴിവാക്കാൻ സർക്കാർ തീരുമാനം. ടിങ്കോ ബിസ്വാളിന് IMG ഡയറക്ടറുടെ ചുമതല. K ജയകുമാർ ബുധനാഴ്ച രാജി സമർപ്പിക്കും. അണ്ടർ 19 ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് 8 വിക്കറ്റ് ജയം. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളം പോണ്ടിച്ചേരി മത്സരം നാളെ. വെനസ്വേലയ്ക്ക് പിന്നാലെ മെക്സിക്കോ, ക്യൂബ, കൊളംബിയ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി അമേരിക്ക. മയക്കുമരുന്ന് നിർമ്മാണവും കടത്തും തടഞ്ഞില്ലെങ്കിൽ വെനസ്വേലയ്ക്ക് സമാനമായ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ്. വേണ്ടിവന്നാൽ കൊളംബിയ ആക്രമിക്കുമെന്നും ഭീഷണി. ക്യൂബ സ്വയം തകരുമെന്നും ട്രംപ്. US ആക്രമണത്തിൽ 32 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടെന്ന് ക്യൂബ. സ്റ്റോറി ഓഫ് ദ ഡേ. സംഗീത സാന്ദ്രം ഇവിടുത്തെ സായാഹ്നം. വാർത്തകൾ സമഗ്രമായി വിശദമായി നോക്കാം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റ് ലക്ഷ്യം വെച്ച് കോൺഗ്രസിന്റെ ലക്ഷ്യാതിദിന ക്യാമ്പ് വയനാട്
ബത്തേരിയിൽ സമാപിച്ചു. ഊർജം സംഭരിച്ച് ക്യാമ്പിൽ ഐക്യത്തിനുള്ള ആഹ്വാനവുമായി കോൺഗ്രസ് മുൻപോട്ട് പോകുന്നു. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കനകോലു 90 സീറ്റ് ഉറപ്പിക്കുന്നു. വിസ്മയം കാത്തിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയുമുള്ള സമരപരിപാടികൾക്ക് ലക്ഷ്യ ക്യാമ്പ് രൂപം നൽകി. രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രചാരണ സമാനമായ പരിപാടികൾക്ക് തുടക്കമിടുകയാണ് കോൺഗ്രസ്. തിരുവനന്തപുരത്ത് നൈറ്റ് മാർച്ച് അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കും. നിയമസഭാ മാർച്ചിനൊപ്പം സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ കോൺഗ്രസ് ഉയർത്തിക്കാട്ടും. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ന് നടന്നത് ഇടഞ്ഞു നിന്ന ശശി തരൂരിനെ അനുനയിപ്പിക്കാനായി എന്നതാണ്. ചില കാര്യങ്ങളിൽ തലക്കെട്ടുകൾ മാത്രം നോക്കി തന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് ശശി തരൂർ പറഞ്ഞുവെക്കുന്നു. എന്തായാലും വാനോളം സ്വപ്നവുമായി ഒറ്റക്കെട്ടായി കോൺഗ്രസ് മുന്നോട്ട് തന്നെ. റിപ്പോർട്ട് കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. നിയമസഭയിലേക്കുള്ള ഊർജ്ജമാണ് കോൺഗ്രസിനത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകളാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് തീരുമാനം. പല പാർട്ടികളും UDF-ലേക്ക് എത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. നിറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി. എങ്ങനെയാണ് ആത്മവിശ്വാസം? നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിന്റെ അടിത്തറയാക്കി ഒരു ചരിത്ര നിയോഗമാണ് ഈ ടീമിന്, KPCC ടീമിന് ചരിത്ര നിയോഗം. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ 100-ലധികം സീറ്റോടുകൂടി UDF-നെ കേരളത്തിന്റെ അധികാരത്തിലേക്ക്, കേരളത്തിലെ പ്രവർത്തകരോട്, കേരളത്തിലെ ജനങ്ങളോടുള്ള നീതി പുലർത്തും. BJP-ക്കെതിരെയും CPM-നെതിരെയും സമരം ശക്തമാക്കാനും ധാരണയായി. ശബരിമല കൊള്ളയിൽ പ്രതിഷേധം ശക്തമാക്കും. മുതിർന്ന നേതാക്കൾക്ക് ജില്ലകളുടെ തെരഞ്ഞെടുപ്പ് ചുമതല നൽകി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഊർജിതമാക്കാനും തീരുമാനിച്ചു. അധികാരത്തിലെത്തിയാൽ നടപ്പാക്കേണ്ട പദ്ധതികളും UDF പ്രഖ്യാപിക്കും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന കേരള യാത്ര ഇതിനുള്ള വേദിയാക്കും. SIR-ൽ വിട്ടുപോയവരെ ചേർക്കൽ ഉൾപ്പെടെ ഇനിയുള്ള 3 മാസത്തേക്കുള്ള പ്രവർത്തന പദ്ധതിക്കും രൂപം നൽകി. വയനാട് ഭവന പദ്ധതിക്കായുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കാനും യോഗത്തിൽ ധാരണയായി. ഈ മാസം അവസാനം തറക്കല്ലിടാനാണ് തീരുമാനം. പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്ന ശശി തരൂരിനെ ചേർത്തുപിടിക്കാൻ കൂടി കഴിഞ്ഞതോടെ ആ പ്രതിസന്ധിയും ക്യാമ്പിലൂടെ അവസാനിച്ചു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിവാദങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് നേതാക്കൾ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് തീരുമാനം. സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി നിർദ്ദേശമനുസരിച്ച് പ്രപ്പോസൽ നൽകുമെന്നും ഘടകകക്ഷികളോട് സൗഹൃദ മനോഭാവം ഉണ്ടാകുമെന്നും നേതാക്കൾ അറിയിച്ചു. അമൃത ന്യൂസ്, വയനാട്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയം കോൺഗ്രസിന് നൽകിയ ആത്മവിശ്വാസവും ഊർജവും തീരെ ചെറുതല്ല. 100-ൽ 100 മാർക്കും നേടുമെന്ന് ഉറപ്പിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയവും പ്രധാനമാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് കൂടുതൽ പാർട്ടികളെ UDF-ൽ എത്തിക്കുമെന്നത് മറ്റൊരു ലക്ഷ്യം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും വയനാട്ടിൽ ചേർന്ന KPCC ദ്വിദിന നേതൃക്യാമ്പിൽ ധാരണയായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കാൻ അർഹതയുണ്ടെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. അക്കാര്യം ചർച്ച ചെയ്യും. പരമാവധി വോട്ടുകൾ ചേർക്കും. മുന്നണി വിപുലീകരണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നു. ഒപ്പം മുന്നണിയുടെ അടിത്തറ ബലപ്പെടുത്തണമെന്നും പുതിയ കക്ഷികൾ വരുമ്പോൾ വേണ്ടിവന്ന ലീഗ് വിട്ടുവീഴ്ച ചെയ്യുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിചയസമ്പന്നർക്കും പുതുമുഖങ്ങൾക്കും പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ഥാനാർത്ഥികളിൽ വനിതയുണ്ടാകും. ടേം വ്യവസ്ഥ സംബന്ധിച്ചും തീരുമാനം ഉണ്ടാകും. ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്നും PMA സലാം പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. മുന്നണി ഇന്നലെ കോൺഗ്രസ് പറഞ്ഞത് തന്നെയാണല്ലോ അതിൻ്റെ കാര്യം. അത് ആശയപരമായി യോജിപ്പുള്ളവരുമായി മുന്നണി തങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അടിത്തറ വികസിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിയെ പോയി ക്ഷണിക്കണം എന്നുള്ളതല്ല. ആ രണ്ടു കൂട്ടർക്കും തോന്നുമ്പോൾ അത് മുന്നണി ചർച്ച ചെയ്യും എന്നതിനർത്ഥം. ജനുവരി 15-ന് മുമ്പ് UDF-ലെ ഘടകകക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കണം എന്നാണ് UDF യോഗത്തിൻ്റെ തീരുമാനം. അതനുസരിച്ച് അടുത്ത് തന്നെ ഉഭയകക്ഷി ചർച്ച കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഉണ്ടാകും. ആദ്യഘട്ട ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസിൻ്റെയും ഘടകകക്ഷികളുടെയൊക്കെ മനസ്സറിഞ്ഞതിന് ശേഷം മുസ്ലിം ലീഗും ഒരു സ്ട്രാറ്റജി തയ്യാറാക്കി കൂടുതൽ ഗൗരവതരമായ ചർച്ചകളിലേക്ക് നടക്കും, തീരുമാനമെടുക്കും. എന്നാൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF 100-ലും പൊട്ടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു വിസ്മയവും ഉണ്ടാകാൻ പോകുന്നില്ല. ബോംബ് പൊട്ടുമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ട് പൊട്ടിയില്ലെന്നും 100 സീറ്റും അതുപോലെ പൊട്ടാത്ത ബോംബാകുമെന്നും ഇടതുമുന്നണി നല്ല ഭൂരിപക്ഷത്തോടെ 3ാം തവണയും അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് ബോംബ് പൊട്ടുന്നില്ല, പണ്ട് പറഞ്ഞില്ലേ, ആ പൊട്ടിയില്ലല്ലോ ഇതുവരെ. അതുപോലെ 100-ഉം പൊട്ടും.
കേട്ടോ. നല്ല ഒരു വിസ്മയം ഉണ്ടാകുമ്പോഴില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യവും ഈ കേരളത്തിൽ അധികാരത്തിൽ വരും. അതിൽ ഒരു സംശയവും വേണ്ട. ഏത് ബോംബ് പൊട്ടിയാലും അത് വരും കേട്ടോ. ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് വന്ന ചില പരാമർശങ്ങളുടെ വിവരങ്ങൾ നോക്കാം. ശബരിമലയിൽ നടന്നത് വലിയ ക്രമക്കേടെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലെന്നും സുപ്രീം കോടതിയുടെ പരാമർശമുണ്ടായിരിക്കുന്നു. ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ നിരീക്ഷണം. സ്വർണ്ണക്കൊള്ളയിൽ ശങ്കരദാസിന് ഉത്തരവാദിത്തമുണ്ടെന്നും കോടതി പറഞ്ഞു. സുപ്രീം കോടതി ശങ്കരദാസിന്റെ ഹർജി തള്ളി. എന്നാൽ പ്രായവും ആരോഗ്യവും കണക്കിലെടുത്ത് ബന്ധപ്പെട്ട കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ സുപ്രീം കോടതി അനുമതി നൽകിയിട്ടുണ്ട്. കീഴ്ക്കോടതി എടുക്കുന്ന തീരുമാനം നിർണായകമാണ്. സ്വർണ്ണക്കൊള്ള കേസിലെ മറ്റൊരു ഹർജിയിൽ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ശങ്കരദാസ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് നിലവിലെ ഹർജിയിലെ ആവശ്യങ്ങളിൽ ഇടപെടാനാകില്ലെന്ന് വ്യക്തമാക്കി. ശബരിമലയിൽ നടന്നത് വലിയ ക്രമക്കേടാണെന്നും ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. 2019 ബോർഡ് മെമ്പർമാരായ ശങ്കർദാസ്, N. വിജയകുമാർ എന്നിവരെ എന്തിനൊഴിവാക്കിയെന്നും ഇവർക്കെതിരെ നടപടി എന്തുകൊണ്ടെടുത്തില്ലെന്നും സ്വർണ്ണക്കൊള്ളക്കേസിൽ ഹൈക്കോടതി ചോദിച്ചിരുന്നു. മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ അന്നത്തെ പരാമർശം. സ്വർണ്ണക്കൊള്ളയിൽ ശങ്കരദാസിന് ഉത്തരവാദിത്തമുണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞു. എന്നാൽ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കണക്കിലെടുത്ത് ബന്ധപ്പെട്ട കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. 2019 കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട മുരാരി ബാബു നൽകിയ അപേക്ഷയിൽ സ്വർണം പൂശിയ ചെമ്പുപാളി എന്നതിനു പകരം ചെമ്പുപാളി എന്ന് മാത്രം പത്മകുമാർ തിരുത്തിയെഴുതിയ സമയത്ത് ബോർഡ് അംഗമായിരുന്നു ശങ്കരദാസ്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന് തുടർ നടപടികൾ വേഗത്തിലാക്കാൻ പറ്റുന്ന നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണത്തിന് സമയം നീട്ടി നൽകിയിരിക്കുന്നു ഹൈക്കോടതി. 6 ആഴ്ച കൂടി നീട്ടി നൽകി. ജനുവരി 17 വരെയാണ് അന്വേഷണം പൂർത്തിയാക്കാൻ നേരത്തെ SITക്ക് കോടതി സമയം അനുവദിച്ചിരുന്നത്. SIT തലവൻ ADGP H. വെങ്കടേഷ് ഇന്ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. 181 സാക്ഷികളെ ചോദ്യം ചെയ്തതായി SIT ഹൈക്കോടതിയെ അറിയിച്ചു. PS പ്രശാന്തിന്റെ ഭരണസമിതിയും അന്വേഷണ പരിധിയിലെന്ന് SIT പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ ബന്ധം വിവാദമായതോടെ പുതിയ പേരുകൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമർപ്പിച്ചു. അതേസമയം അന്വേഷണത്തിൽ തൃപ്തിയെന്ന് ഹൈക്കോടതിയും പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഇതുവരെയുള്ള SIT അന്വേഷണത്തിൽ ഹൈക്കോടതി പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തി. 4 ഘട്ടങ്ങളിലായി അന്വേഷണം നടത്തണമെന്നും ആവശ്യമെങ്കിൽ SITയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്താമെന്നും കോടതി പറഞ്ഞു. 1-ാം ഘട്ടത്തിൽ 1998 UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും 2-ാം ഘട്ടത്തിൽ 2019 ശ്രീകോവിലിലെ കട്ടിളപ്പാളി അഴിച്ചെടുത്ത് സ്വർണം പൂശാൻ കൊണ്ടുപോയതും 3-ാം ഘട്ടത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ച് സ്വർണം പൂശിയതും 4-ാം ഘട്ടത്തിൽ 2025 ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും സ്വർണം പൂശിയതുമാണ് അന്വേഷിക്കേണ്ടത്. ശാസ്ത്രീയ പരിശോധനയിൽ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് വ്യക്തമാകുമെന്നും കോടതി പറഞ്ഞു. രേഖകൾ മറച്ചുവെക്കാൻ ചില വ്യക്തികൾ ശ്രമിച്ചെങ്കിലും സുപ്രധാന രേഖകൾ കണ്ടെത്താനും വീണ്ടെടുക്കാനും SITക്ക് കഴിഞ്ഞുവെന്ന് കോടതി നിരീക്ഷിച്ചു. SITക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന ചില ആക്ഷേപങ്ങളെ ഹൈക്കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. SITയുമായി ബന്ധപ്പെട്ട് പല തെറ്റായ വാർത്തകളും സമൂഹ മാധ്യമങ്ങളിൽ ചില പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങളിൽ നടപടി നേരിടേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥരെ കോടതി തെരഞ്ഞെടുത്ത് രൂപീകരിച്ചതാണ് SIT. അവർക്ക് ഹൈക്കോടതിയോട് മാത്രമാണ് ഉത്തരവാദിത്തമുള്ളത്. കോടതിക്ക് മുന്നിൽ മാത്രമാണ് അവർ മറുപടി പറയേണ്ടത്. ഒരു ബാഹ്യ സമ്മർദ്ദവും ഉണ്ടാകാൻ പാടില്ലെന്നും അവർ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും കോടതി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തിരുവനന്തപുരത്ത് മേയർ സ്ഥാനം കിട്ടാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ശാസ്തമംഗലം കൗൺസിലർ R. ശ്രീലേഖ. മേയറാക്കാമെന്ന് പറഞ്ഞാണ് തന്നെ ഉയർത്തിക്കാട്ടിയതെന്നും അവസാന നിമിഷം നേതൃത്വം വാക്കുമാറ്റിയെന്നും R. ശ്രീലേഖ തുറന്നു പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും കൗൺസിലറായി ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും വ്യക്തമാക്കി. ജയിപ്പിച്ച ജനങ്ങളോട് തനിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും ശ്രീലേഖ പറഞ്ഞു. അതേസമയം ഓൺലൈൻ വാർത്തകൾക്കപ്പുറം കൂടുതലൊന്നും അറിയില്ല എന്നാണ് മേയർ VV രാജേഷിന്റെ പ്രതികരണം. VV രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് മുതൽ ശ്രീലേഖയ്ക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. എങ്കിലും പരസ്യമാക്കിയിരുന്നില്ല. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കാതെ മടങ്ങിയതും വാർത്തയായിരുന്നു.
ഒരു ഘട്ടത്തിൽ പോലും പരസ്യപ്രതികരണത്തിന് തയ്യാറാകാതിരുന്ന ശ്രീലേഖ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇപ്പോൾ വിവാദമായത്. തെരഞ്ഞെടുപ്പിൽ നിർത്തിയത് കൗൺസിലറാകാൻ വേണ്ടി മാത്രമല്ല, മേയറാക്കുമെന്ന വാഗ്ദാനത്തിന്റെ പുറത്താണെന്നും ആർ ശ്രീലേഖ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചു. എന്നാൽ അവസാന നിമിഷം കാര്യങ്ങൾ മാറി. നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ തർക്കമില്ലെന്നും ശ്രീലേഖ അഭിമുഖത്തിൽ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ല, കൗൺസിലറായി തുടരുമെന്നും ആർ ശ്രീലേഖ പറഞ്ഞു. കുറച്ചുകൂടെ രാഷ്ട്രീയ പരിചയമുള്ള, കോർപ്പറേഷനിൽ ഇരുന്നിട്ടുള്ള, അനുഭവ സമ്പത്തുള്ള, എന്നെക്കാളും എനിക്ക് 1.5 വർഷമല്ലേ ആയിട്ടുള്ളൂ പാർട്ടിയിൽ. അപ്പോൾ കുറച്ചുകൂടെ 30 വർഷത്തോളം പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച ഒരാളായിരിക്കും കുറച്ചുകൂടെ അഭികാമ്യം എന്നൊരു ചർച്ച ഉയർന്നു വന്നപ്പോൾ ഞാൻ അതിനെ അംഗീകരിക്കുമായിരുന്നു. അതിനകത്ത് എനിക്ക് നിരാശയോ നീരസമോ ഒന്നുമില്ല. ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചതാണത്. എന്നാൽ വിഷയത്തിൽ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് മേയർ വി വി രാജേഷിന്റെ മറുപടി. വിഷയം പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നും രാജേഷ് പറഞ്ഞു. പറയുന്ന വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഡെപ്യൂട്ടി മേയറോട് ചോദിച്ചു, അവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതോ ഓൺലൈനിൽ വാർത്ത വന്നു പറഞ്ഞു. ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കോർപ്പറേഷനിലെ മേയർ വിവാദം BJP നേതൃത്വത്തിന് തലവേദനയായി മാറുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നേമത്ത് മത്സരിക്കുമോ എന്നതിലെ നിലപാടിൽ യു-ടേൺ അടിച്ച് മന്ത്രി വി ശിവൻകുട്ടി. മത്സരിക്കാൻ ഇല്ലെന്ന് പറഞ്ഞ മന്ത്രി പിന്നീടത് തിരുത്തി. മത്സരിക്കാനില്ലെന്ന് അല്ല പറഞ്ഞത്, പറയുമ്പോൾ കൺഫ്യൂഷനായതാണ്. നേമത്ത് മത്സരിക്കണമോ വേണ്ടയോ എന്നത് പാർട്ടി തീരുമാനിക്കും. BJPയുടെ അക്കൗണ്ട് നേമത്ത് ക്ലോസ് ചെയ്തതാണ്, ഇനി അത് തുറക്കാനാകില്ല. നേമത്ത് ഇടത് സ്ഥാനാർത്ഥിക്ക് മികച്ച ജയമുണ്ടാകുമെന്നും ശിവൻകുട്ടി പറഞ്ഞു. ശിവൻകുട്ടി നേരത്തെ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും കാണാം. നേമത്തേക്ക് ഞാൻ 2 പ്രാവശ്യം ജയിച്ചു, 1 പ്രാവശ്യം പരാജയപ്പെട്ടു, പിന്നെ 3 പ്രാവശ്യമായി. നേമത്ത് ഞാൻ മത്സരിക്കാനില്ല, ഇല്ലെന്നോ ഉണ്ടെന്നോ സ്വന്തമായി പ്രഖ്യാപിക്കാനുള്ള അവകാശം സംഘടനാപരമായും പാർട്ടിപരമായും എനിക്കില്ല. അത് തെറ്റായ ഒരു വാർത്ത അത് പറഞ്ഞതാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പാർട്ടിയാണ് അതിൽ നേമത്ത് മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. എന്നാൽ മന്ത്രി വി ശിവൻകുട്ടിയെ തിരുത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നേമത്ത് മന്ത്രി വി ശിവൻകുട്ടി മത്സരിക്കില്ലെന്ന് പറഞ്ഞത് ശരിയല്ലെന്നും അത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അത് മത്സരിക്കുമെന്നും പറഞ്ഞതും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതും ഒക്കെ തെറ്റാണ്. ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. ഞങ്ങൾ അത് സംബന്ധിച്ച് ഇതേവരെ ചർച്ച ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ മത്സരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ സാധിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമല്ല. NSS നേതൃത്വത്തിനെതിരെ ബംഗാൾ ഗവർണർ CB ആനന്ദബോസ്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന അനുവദിക്കാത്ത അനുഭവമുണ്ടെന്ന് ഗവർണർ തുറന്നു പറഞ്ഞു. എല്ലാ നായന്മാർക്കും അവകാശപ്പെട്ടതാണ് മന്നത്ത് സ്മാരകമെന്നും ഒരാൾക്ക് മാത്രമാണോ കുത്തക അവകാശമെന്നും ആനന്ദബോസ് ചോദിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ NSS നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വങ്ങൾ വിമർശനം ഉന്നയിക്കാറുണ്ട്. അതിനേക്കാൾ കടുത്ത വിമർശനമാണ് പശ്ചിമബംഗാൾ ഗവർണർ CB ആനന്ദബോസ് നടത്തിയിരിക്കുന്നത്. ഗവർണറായി ചുമതലയേൽക്കുന്നതിന് മുൻപായി പുഷ്പാർച്ചനയ്ക്കെത്തിയപ്പോഴായിരുന്നു അവഗണനയെന്ന് CB ആനന്ദബോസ് പറയുന്നു. മന്നം ജയന്തിയോടനുബന്ധിച്ച് NSS ഡൽഹി ഘടകം സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പശ്ചിമബംഗാൾ ഗവർണർ. ജനറൽ സെക്രട്ടറി നേരിട്ടെത്തി തന്നെ സ്വീകരിച്ചുവെന്നും എന്നാൽ ചായ കുടിച്ച ശേഷം തിരികെ അയക്കുകയാണ് ഉണ്ടായതെന്നും ആനന്ദബോസ് പറഞ്ഞു. എല്ലാ നായന്മാർക്കും അവകാശപ്പെട്ടതാണ് മന്നത്ത് സ്മാരകം. ഒരാൾക്ക് മാത്രമാണോ കുത്തക അവകാശമെന്നും അദ്ദേഹം ചോദിച്ചു. ഞാനവിടെ ചെന്നു. അദ്ദേഹം എൻ്റെ കാറിൻ്റെ അടുത്ത് വന്ന് കാറിൻ്റെ ഡോറൊക്കെ തുറന്ന് സ്വീകരിച്ചു. എനിക്ക് ചായ തന്നു, എന്നോട് സംസാരിച്ചു. കാറിൽ കയറി തിരികെ അയക്കുകയും ചെയ്തു. സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അവകാശമില്ലേ? ഈ നായർ സമുദായത്തിൽ പിറന്ന ഓരോരുത്തരും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മന്നത്താചാര്യൻ്റെ സമാധിയിൽ പോയി പുഷ്പാർച്ചന നടത്തേണ്ടതല്ലേ? നമ്മുടെ അവകാശമല്ലേ? അത് കാരണവന്മാരെ ബഹുമാനിക്കുക. ഇത് ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രം കുത്തക അവകാശമാണോ? താനൊരു കരയോഗം നായരാണെന്ന് പറഞ്ഞ CB ആനന്ദബോസ് സമുദായത്തിന്റെ പേരിലാണ് തനിക്ക് പദവി ലഭിച്ചതെന്നും പറയുന്നുണ്ട്. ഗേറ്റ് കീപ്പറെ കാണാനല്ല ആരും പെരുന്നയിലെത്തുന്നത്. ഡൽഹിയിൽ മന്നത്തിന്റെ സ്മാരകം നിർമ്മിക്കണമെന്ന് CB ആനന്ദബോസ് ഡൽഹി ഘടകത്തോട് ആവശ്യപ്പെട്ടു. ഈ കാവൽക്കാര് ഒരു കാര്യം ഓർക്കണം, ഗേറ്റ് കീപ്പേഴ്സ്, അവരെ കാണാനല്ല ജനങ്ങൾ വരുന്നത്. ഞാൻ പിന്നെ വരുന്ന NSSൽ പോകുന്നത് ഇപ്പോഴുള്ളവരെ കാണാനല്ല, അവരെ ബഹുമാനിക്കുന്ന സത്യമാണ്. പക്ഷേ മന്നത്താചാര്യന് ആദരമർപ്പിക്കാനാണ്. ഡൽഹിയിൽ മന്നം സ്മാരകം നിർമ്മിക്കാൻ 1 മാസത്തെ ശമ്പളം സംഭാവന നൽകുമെന്നും ബംഗാൾ ഗവർണർ അറിയിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
പെരുന്നയിലെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുമതി ലഭിച്ചില്ലെന്ന പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസിന്റെ ആരോപണം തള്ളുകയാണ് NSS. ആനന്ദബോസ് പറയുന്നത് പോലെ ഒരു സംഭവവും ഉണ്ടായിട്ടില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. ആനന്ദബോസ് പെരുന്നയിൽ വന്ന് തന്നെ കണ്ടിരുന്നുവെന്നും എന്നാൽ പുഷ്പാർച്ചന നടത്തണമെന്ന് പറഞ്ഞിട്ടില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ആവശ്യപ്പെട്ടിരുന്നു എങ്കിൽ പുഷ്പാർച്ചന നടത്താൻ അവസരമൊരുക്കുമായിരുന്നു. NSSുമായി ആലോചിക്കാതെയാണ് CV ആനന്ദബോസിന്റെ പ്രതികരണമെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. എന്നാൽ സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് വീണ്ടും രംഗത്ത് വന്നു. തന്റെ പേരിൽ വിവാദമുണ്ടാക്കാൻ താൽപ്പര്യമില്ല. ഗവർണർ പദവി ലഭിച്ചപ്പോൾ ആദ്യം വിളിച്ച് ആശംസ നേർന്നതും ക്ഷണിച്ചതും മാന്നാനം പള്ളിയാണ്. തിരുവനന്തപുരത്തെത്തിയപ്പോൾ ക്ഷണിക്കാതെ തന്നെ ശിവഗിരി മഠത്തിൽ പോയി. ശിവഗിരി മഠത്തിലെ സ്വാമിമാർ പുഷ്പാർച്ചന അർപ്പിക്കാൻ സൗകര്യമൊരുക്കി നൽകി. കൊടുങ്ങല്ലൂർ പള്ളിയിൽ പോയപ്പോൾ അവരും സ്നേഹപൂർവ്വം സ്വീകരിച്ചു. NSSനെ കുറിച്ച് തനിക്ക് ഒരു പരാതിയുമില്ല. പെരുന്നയിൽ ചെന്നപ്പോൾ അവർ ഹൃദ്യമായി സ്വാഗതം ചെയ്തു. പുഷ്പാർച്ചന നടത്താൻ അവസരം ലഭിക്കാഞ്ഞത് തന്റെ മനസ്സിൽ നൊമ്പരമുണ്ടാക്കിയെന്നും ആനന്ദബോസ് പ്രതികരിച്ചു. എൻ്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. എങ്കിലും ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. എനിക്ക് ഗവർണർ പദവി നൽകിയ വേളയിൽ ആദ്യമായി എന്നെ വിളിച്ച് ആശംസകൾ അറിയിച്ചതും എന്നെ ക്ഷണിച്ച് എന്നെ സ്വീകരിച്ചതും മാന്നാനം പള്ളിയാണ്. ചാവറക്കുരി കസേലച്ചൻ പണിത പള്ളി. പിന്നീടൊരിക്കൽ ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ക്ഷണിക്കപ്പെടാതെ തന്നെ ശിവഗിരി മഠത്തിൽ പോയി. എന്നെ അവിടുത്തെ സ്വാമിമാർ ശിവഗിരി മഠത്തിലെ അവിടുത്തെ ദേവാലയത്തിൽ കൊണ്ടുപോയി പുഷ്പാർച്ചന നടത്താനുള്ള അവസരം ഒരുക്കി തന്നുവെന്ന് നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. കോടതി ശിക്ഷിച്ച മുൻ മന്ത്രി ആന്റണി രാജുവിനെ MLA പദവിയിൽ നിന്നും അയോഗ്യനാക്കി നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനമിറക്കി. തൊണ്ടുമുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് നടപടി. വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. ശിക്ഷ കഴിഞ്ഞാലും 6 വർഷത്തേക്ക് മത്സരിക്കാനാകില്ല. ആന്റണി രാജുവിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ബാർ കൗൺസിൽ നീക്കം ആരംഭിച്ചു. തൊണ്ടിമുതൽ കേസിൽ കഴിഞ്ഞ ദിവസമാണ് മുൻമന്ത്രി ആന്റണി രാജുവിനെ കോടതി 3 വർഷത്തേക്ക് ശിക്ഷിച്ചത്. ശിക്ഷ വന്നതോടുകൂടി ജനപ്രാതിനിധ്യ നിയമപ്രകാരം MLA സ്ഥാനം നഷ്ടമാകുകയും 6 വർഷത്തെ അയോഗ്യത വരികയും ചെയ്തു. വിധിപ്പകർപ്പ് ലഭിച്ചതിനെ തുടർന്ന് നിയമസഭാ സെക്രട്ടേറിയറ്റ് ചേർന്നാണ് ആന്റണി രാജുവിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി ഉത്തരവിറക്കിയത്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ഒഴിവ് വന്നതായാണ് വിജ്ഞാപനത്തിൽ പറയുന്നത്. ശിക്ഷാ കാലാവധി കഴിഞ്ഞാലും 6 വർഷത്തേക്ക് ആന്റണി രാജുവിന് മത്സരിക്കാനാകില്ല. അതേസമയം അപ്പീൽ നൽകാൻ കോടതി 1 മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇതിനിടെ ആന്റണി രാജുവിനെതിരെ സ്വമേധയാ കേസെടുക്കാൻ ബാർ കൗൺസിലും തയ്യാറെടുക്കുന്നു. വിഷയം ബാർ കൗൺസിലിന്റെ അച്ചടക്ക സമിതി സ്വമേധയാ പരിശോധിക്കും. 3-അംഗ സമിതി ഈ മാസം 9-ന് യോഗം ചേരും. വിശദമായ വാദം കേട്ട ശേഷം അച്ചടക്ക നടപടികളിലേക്ക് ബാർ കൗൺസിൽ കടക്കും. ആന്റണി രാജുവിന്റെ നടപടി നാണക്കേടുണ്ടാക്കിയെന്നാണ് ബാർ കൗൺസിലിന്റെ വിലയിരുത്തൽ. അഭിഭാഷക ജോലിയിൽ നിന്ന് പുറത്താക്കാനാണ് നീക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആന്റണി രാജുവിനെ അയോഗ്യനാക്കിയത് LDFന് തിരിച്ചടിയാകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പതിറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായ കേസാണിതെന്നും വസ്തുതാപരമായി പരിശോധിച്ചതാണെന്ന് തങ്ങൾക്കറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. LDFന് ഒരു തിരിച്ചടിയില്ല. 4 പതിറ്റാണ്ടിനടുത്ത് മുമ്പുണ്ടായിരുന്ന ഒരു കേസ് സംബന്ധിച്ച് ഇപ്പോൾ ഒരു വിധി വന്നതിന് LDFന് തിരിച്ചടി വന്നിരിക്കുന്നു. ഞങ്ങൾക്കത് തിരിച്ചടിയാണെന്ന്. ഇക്കൊല്ലോ 2 കൊല്ലം മുമ്പോ 10 കൊല്ലം മുമ്പോ ഒക്കെ ആണെന്നോ ശരി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അദ്ദേഹം വരുന്നതിന് എത്രയോ മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 4 പതിറ്റാണ്ടിൻ്റെ അടുത്തെത്തുന്ന ഘട്ടത്തിൽ ഉണ്ടായ ഒരു കേസിൻ്റെ വിധി ഇപ്പോൾ വന്നിരിക്കുന്നു. ആ വിധി വസ്തുനിഷ്ഠമായ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ആവശ്യമായ നിലപാട് സ്വീകരിക്കുക. അതിലെന്ത് ഞങ്ങൾക്ക് തിരിച്ചടി വന്നിരിക്കുന്നു. ഡൽഹി കലാപത്തിന് ഗൂഢാലോചന നടത്തിയ കേസിൽ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യമില്ല. ഇവർ ജയിലിൽ തുടരും. സുപ്രീം കോടതിയിൽ നിന്നും വലിയ തിരിച്ചടിയാണ് ഇരുവർക്കുമുണ്ടായത്. ശക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇവർ നടത്തിയത് ഭീകരവാദമെന്നും കോടതി പറഞ്ഞു. രാജ്യത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ കേവലം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ മാത്രം മുൻനിർത്തി ജാമ്യം നൽകാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാറും NV അൻസാരിയും അടങ്ങിയ 2-അംഗ ബെഞ്ചാണ് ഹർജിയിൽ ഇന്ന് വിധി പറഞ്ഞത്. മറ്റ് 5 പ്രതികൾക്കും സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. വിചാരണ വൈകുന്നു എന്ന കാരണത്താൽ ജാമ്യം നൽകാൻ ആകില്ലെന്നും സുപ്രീം കോടതി ഇന്ന് പറയുകയുണ്ടായി.
2020 ഫെബ്രുവരിയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെ ഉണ്ടായ കലാപത്തിനായി ഗൂഢാലോചന നടത്തിയെന്നാണ് ഒമർ ഖാലിദ്, ഷർജിൽ ഇമാം ഉൾപ്പെടെയുള്ളവർക്കെതിരായ കേസ്. 5 വർഷമായി വിചാരണയില്ലാതെ തടവിലാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതികൾ ജാമ്യഹർജി നൽകിയത്. ഹർജി നേരത്തെ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ വിധി പറഞ്ഞ ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാറും NV അഞ്ചാരിയും അടങ്ങിയ 2-അംഗ ബെഞ്ച് പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് നിരീക്ഷിച്ചു. കേസിൽ ഉൾപ്പെട്ട എല്ലാവരെയും ഒരുപോലെ കാണാനാകില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒമർ ഖാലിദ്, ഷർജിൽ ഇമാം എന്നിവരുടെ ജാമ്യാപേക്ഷ തള്ളിയത്. UAPA ചുമത്തിയ കേസിൽ വിചാരണ നീണ്ടുപോകുന്നത് ജാമ്യം ലഭിക്കാൻ കാരണമല്ലെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം കേസിൽ ഉൾപ്പെട്ട ഗുൽഫിഷ ഫാത്തിമ, ഷിഫ ഉർ റഹ്മാൻ, മീര ഹൈദർ, മുഹമ്മദ് സലീം ഖാൻ, ഷദാദ് അഹമ്മദ് എന്നിവർക്ക് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ഒമർ ഖാലിദും ഷർജിൽ ഇമാമുമാണ് കലാപത്തിന് ഗൂഢാലോചന നടത്തിയത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. രാജ്യവിരുദ്ധ പ്രസംഗങ്ങളും മുദ്രാവാക്യങ്ങളും ഇരുവരും മുഴക്കിയെന്നും രാജ്യവിരുദ്ധ ശക്തികളിൽ നിന്ന് സഹായം ലഭിച്ചിരുന്നുവെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. 2020 ജനുവരി 28-നാണ് ദേശവിരുദ്ധ പ്രസംഗം നടത്തിയെന്ന കേസിൽ ഷർജിൽ ഇമാം അറസ്റ്റിലാകുന്നത്. 2020 സെപ്റ്റംബർ 14-ന് കലാപാഹ്വാന കേസിൽ UAPA ചുമത്തി ഒമർ ഖാലിദിനെയും അറസ്റ്റ് ചെയ്തു. 2020 ഫെബ്രുവരിയിൽ ഡൽഹിയിൽ നടന്ന കലാപത്തിൽ 57 പേരാണ് മരിച്ചത്. 700-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിനെ IMG ഡയറക്ടർ പദവിയിൽ നിന്നും നീക്കാൻ സർക്കാരിന്റെ തീരുമാനം. ടിങ്കു ബിസ്വാളിന് IMG ഡയറക്ടർ ചുമതല നൽകി. കഴിഞ്ഞ മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത്. K. ജയകുമാർ 2 ദിവസത്തിനുള്ളിൽ രാജി സമർപ്പിക്കും. സർക്കാർ പദവി വഹിക്കുന്നയാൾക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി വഹിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി B. അശോക് IAS കോടതിയെ സമീപിച്ചത് ഏറെ വിവാദമായിരുന്നു. വിഷയത്തിൽ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് നേരത്തെ തന്നെ K. ജയകുമാർ വ്യക്തമാക്കിയിരുന്നു. IMG ഡയറക്ടറായിരിക്കുന്ന K. ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നവംബറിലാണ് ചുമതലയേറ്റത്. സർക്കാർ പദവിയിലിരിക്കെ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനാകാൻ നിയമപരമായി സാധ്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടി മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ B. അശോക് കോടതിയെ സമീപിച്ചിരുന്നു. സർക്കാർ പദവിയിലിരിക്കുന്ന ആരും ബോർഡിന്റെ ഭരണസമിതിയിൽ അംഗമാകാൻ പോലും പാടില്ല എന്നാണ് ദേവസ്വം മാനുവലിൽ പറയുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി ജയകുമാറിന്റെ നിയമനം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ടാണ് B. അശോക് ജില്ലാ കോടതിയെ സമീപിച്ചത്. എന്നാൽ തന്നെ നിയമിച്ചത് സർക്കാരാണെന്നും തീരുമാനമെടുക്കേണ്ടത് താനല്ല എന്നുമാണ് അന്ന് K. ജയകുമാറിന്റെ നിലപാട്. ജയകുമാറിനെ മാറ്റേണ്ടതില്ല എന്ന മുഖ്യമന്ത്രിയും പ്രതികരിച്ചിരുന്നു. എന്നാൽ B. അശോകിന്റെ ഹർജി ഈ മാസം 15-ന് കോടതി പരിഗണിക്കാനിരിക്കെയാണ് ജയകുമാറിനെ IMGയിൽ നിന്ന് മാറ്റാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. പകരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് ചുമതല നൽകി. കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനമുണ്ടായത്. 2 ദിവസത്തിനുള്ളിൽ K. ജയകുമാർ രാജി സമർപ്പിക്കും. അതേസമയം കേസുമായി താൻ മുന്നോട്ടു പോകുമെന്നും സത്യപ്രതിജ്ഞ ചെയ്ത വേളയിൽ സർക്കാർ പദവി ഉണ്ടായിരുന്നതിനാൽ നിയമനം അസാധുവാക്കണമെന്ന ഹർജി നിലനിൽക്കുമെന്നും B. അശോക് പ്രതികരിച്ചു. നിയമനം റദ്ദാക്കിയുള്ള കോടതി വിധി വരുന്നതുവരെ നിയമപോരാട്ടം തുടരാൻ തന്നെയാണ് B. അശോകിന്റെ തീരുമാനം. അതേസമയം IAS കേഡറിലുള്ള IMG ഡയറക്ടർ പദവിയിൽ വിരമിച്ച ചീഫ് സെക്രട്ടറി 7 വർഷമാണ് തുടരുന്നത്. ഇതിനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കേസ് നടക്കുകയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ ട്രിബ്യൂണലിൽ വിധി വരാനിരിക്കെയാണ് K. ജയകുമാറിനെ സർക്കാർ നീക്കുന്നത്. അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കായിക വാർത്തകൾ നോക്കാം. അണ്ടർ-19 ഏകദിനത്തിൽ ഇന്ത്യക്ക് ജയം. 8 വിക്കറ്റിന് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 245 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ ഇന്ത്യക്ക് മികച്ച തുടക്കമായിരുന്നു. അതേസമയം വെളിച്ചക്കുറവ് കാരണം മത്സരം ഇടയ്ക്ക് നിർത്തിവെച്ചു. മത്സരം പുനരാരംഭിച്ചപ്പോൾ വിജയലക്ഷ്യം 27 ഓവറിൽ 174 റൺസ് എന്ന നിലയിലായിരുന്നു. 23.3 ഓവറിൽ വിജയലക്ഷ്യം 2 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യൻ കുട്ടികൾ മറികടന്നത്. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളം പോണ്ടിച്ചേരി മത്സരം നാളെ നടക്കും. അഹമ്മദാബാദിൽ രാവിലെ 9 മുതലാണ് മത്സരം. കഴിഞ്ഞ മത്സരങ്ങളിൽ രാജസ്ഥാനെയും ജാർഖണ്ഡിനെയും കേരളം തോൽപ്പിച്ചിരുന്നു. ജാർഖണ്ഡിനെതിരെ രോഹനും സഞ്ജുവും സെഞ്ചുറി നേടിയിരുന്നു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറൻസിനെയും പിടികൂടിയതിനു പിന്നാലെ മെക്സിക്കോ, ക്യൂബ, കൊളംബിയ എന്നീ രാജ്യങ്ങൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ലഹരി ഭീകരതയ്ക്കെതിരെ രാജ്യം ശക്തമായ നടപടി എടുക്കുമെന്നാണ് ട്രംപിന്റെ താക്കീത്. മെക്സിക്കോയ്ക്കും ക്യൂബയ്ക്കും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ ട്രംപ് കൈമാറി. പ്രത്യാഘാതങ്ങൾ നേരിടുന്നതിനായി രാജ്യം സജ്ജമായിരിക്കാനും ട്രംപ് ആവശ്യപ്പെട്ടു. കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്ക് ചുരുങ്ങിയത് 3 പ്രധാന കൊക്കൈൻ ഫാക്ടറികളെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ ട്രംപ് കൊക്കൈൻ നിർമ്മിച്ച്
ഉപയോഗിച്ച് ഗുസ്താവോയുടെ നേതൃത്വത്തിൽ US-ലേക്ക് കയറ്റുമതി ചെയ്യുകയാണെന്നും ജാഗ്രത പാലിക്കണമെന്നും പറഞ്ഞു. വെനസ്വേലയിൽ ശനിയാഴ്ച ഉണ്ടായ അമേരിക്കൻ അധിനിവേശത്തിൽ 32 ക്യൂബൻ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി ക്യൂബയുടെ സ്ഥിരീകരണവും ഇതിനിടെ വന്നു. അതേസമയം തടവിലാക്കിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യ സിറിയ ഫ്ലോറൻസിനെയും കോടതിയിൽ വിചാരണ ചെയ്യാൻ അമേരിക്ക ഇരുവരെയും കോടതിയിലെത്തിച്ചു. US ഫെഡറൽ സർക്കാർ 15 വർഷമായി തുടരുന്ന ക്രിമിനൽ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് നടപടിക്രമങ്ങൾ തുടങ്ങുക. 6 കേസുകളിൽ പ്രതിയാണ് മഡൂറോ. മാൻഹാട്ടനിലെ US ജില്ലാ കോടതി ജഡ്ജി ആൽവിൻ കെ ഹെർലിസിന് മുൻപാകെയാണ് ഇരുവരെയും ഹാജരാക്കുക. ഇതോടെ വർഷങ്ങൾ നീളുന്ന വിചാരണയ്ക്ക് തുടക്കം കുറിക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. വെനിസ്വേലയുമായി അമേരിക്ക യുദ്ധത്തിലല്ലെന്നാണ് ആക്രമണം നടത്തി 24 മണിക്കൂർ പിന്നിടുമ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ആദ്യ പ്രതികരണം. എന്നാൽ തങ്ങളുടെ പ്രദേശമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിൽ വെനിസ്വേലയെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിനിടെ ഡെൽസി റോഡ്രിഗസ് വെനിസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. ഒരു രാജ്യത്തിന്റെയും കോളനിയാകാൻ വെനിസ്വേല നിൽക്കില്ലെന്ന് പറഞ്ഞ ഡെൽസി ബഹുമാനം ലഭിക്കാത്ത ഒരിടത്തും ചർച്ചകൾക്കില്ലെന്നും പറഞ്ഞു. അമേരിക്കയുടെ അതിക്രമങ്ങൾക്കെതിരെ തെരുവിൽ പ്രതികരിക്കുമെന്നാണ് മദുറോയുടെ മകൻ നിക്കോളാസ് മദുറോ ഗുവേര പ്രതികരിച്ചത്. UN രക്ഷാസമിതി ഇന്ന് ഈ വിഷയം പരിഗണിക്കുന്നുണ്ട്. പക്ഷേ UN എന്ന സംഘടനയ്ക്ക് അമേരിക്കയും ഇസ്രയേലും അടക്കമുള്ള രാജ്യങ്ങൾ വേണ്ടത്ര പരിഗണന നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ UN-ന്റെ ഒരു തീരുമാനവും അമേരിക്കയെ സ്വാധീനിക്കില്ല. അതേസമയം ലോകരാജ്യങ്ങൾ കുറച്ചുകൂടി തങ്ങളുടെ നിലപാടുകൾ ഐക്യരാഷ്ട്രസമിതിയിൽ വ്യക്തമാക്കാനുള്ള സാഹചര്യമൊരുങ്ങും. നേരത്തെ തന്നെ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസ് അമേരിക്കൻ ആക്രമണത്തിന്റെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. വെനിസ്വേലയിൽ അമേരിക്കയുടെ യഥാർത്ഥ പദ്ധതി എന്ത് എന്നതിൽ ഇനിയും വ്യക്തമായ സൂചന ട്രംപ് ഭരണകൂടം നൽകിയിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ഇന്ത്യൻ തീരസംരക്ഷണ സേനയുടെ ചരിത്രത്തിൽ ഇന്ന് സുവർണ നിമിഷം. കോസ്റ്റ് ഗാർഡ് ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രപ്രതാപ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു. റിപ്പോർട്ടിലേക്ക്. പ്രതിരോധ ഉൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് ഇന്ത്യ കുതിക്കുന്നത്. ആ യാത്രയിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് സമുദ്രപ്രതാപ്. 60% തദ്ദേശീയമായി നിർമ്മിച്ച കപ്പൽ ആത്മനിർഭർ ഭാരതിന് മുതൽക്കൂട്ടാവുന്നതിനോടൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിൽ ഇന്ത്യക്കുള്ള പ്രതിജ്ഞാബദ്ധതയും എടുത്തുകാട്ടുന്നു. सबसे पहले मैं इंडियन कोस्ट गार्ड के सभी ऑफिसर्स और सेलर्स को हृदय से बधाई देता हूं. आप लोग जिस तरह समय, मौसम और परिस्थितियों की परवाह किए बिना हमारे कोस्ट की सुरक्षा में जुटे रहते हैं, अपने आप में मैं मानता हूं यह बेहद सराहनीय है. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡാണ് സമുദ്രപ്രതാപ് നിർമ്മിച്ചിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന് വേണ്ടിയുള്ള 2 മലിനീകരണ നിയന്ത്രണ കപ്പലുകളിൽ ആദ്യത്തേതാണിത്. 22 നോട്ടിക്കൽ മൈലിൽ കൂടുതൽ വേഗത, 6000 നോട്ടിക്കൽ മൈൽ സഞ്ചരിക്കാനുള്ള കഴിവ്, ഏകദേശം 4200 ടൺ ഭാരം വഹിക്കാനുള്ള ശേഷി. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കൺട്രോളബിൾ പിച്ച് പ്രൊപ്പല്ലറുകളും ഗിയർ ബോക്സുകളും പ്രവർത്തിക്കുന്ന 2 7500 കിലോവാട്ട് ഡീസൽ എഞ്ചിനുകളാണ് സമുദ്രപ്രതാപിന് കരുത്ത് പകരുന്നത്. മറ്റ് നൂതന സംവിധാനങ്ങൾക്കൊപ്പം ഒരു മലിനീകരണ നിയന്ത്രണ ലബോറട്ടറിയും ഇതിലുണ്ട്. അതാണ് സമുദ്രപ്രതാപിന്റെ ഹൈലൈറ്റ്. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങളെ സംരക്ഷിക്കുക എന്ന സുപ്രധാന ദൗത്യത്തിനൊപ്പം നമ്മുടെ സമുദ്രങ്ങൾ സുരക്ഷിതവും മലിനമുക്തവുമായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യവും ഇതിലൂടെ സാധ്യമാകും. എക്കണോമിക് സോണിലും അതിനപ്പുറവുമുണ്ടാകുന്ന എണ്ണച്ചോർച്ച, സമുദ്ര അടിയന്തരാവസ്ഥകൾ, സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ നേരിടാനുള്ള കോസ്റ്റ് ഗാർഡിന്റെ ശേഷി ഇതിലൂടെ ഗണ്യമായി വർദ്ധിക്കും. ICGS Samudra Pratap, Majesty of the Seas, safeguarding India's maritime future. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശനിൽ നിന്നും ഫണ്ട് പിരിച്ചിട്ടുണ്ട്, അതിന് കണക്കുണ്ട്. വഴിവിട്ട സഹായങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞാണ് ഫണ്ട് വാങ്ങിയത്. പണം വാങ്ങിയെങ്കിൽ വാങ്ങിയെന്ന് തന്നെ പറയുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPIക്കാർ വന്ന് കാശ് മേടിച്ചോണ്ട് പോയി. അങ്ങനെ കാശ് മേടിച്ചിട്ട് മുങ്ങുന്ന പാർട്ടിയല്ല CPI. കാശ് മേടിച്ചെങ്കിൽ മേടിച്ചു എന്ന് പറയും. ഇലക്ഷനുകൾക്ക്, സമ്മേളനങ്ങൾക്ക് CPI ഫണ്ട് പിരിച്ചിട്ടുണ്ട്. ആ ഫണ്ടിന്റെ കണക്കുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. എന്നാൽ ആഭ്യന്തര വകുപ്പ് അതിന് തയ്യാറാകുന്നില്ല. UDF ഭരണകാലത്ത് വെള്ളാപ്പള്ളിക്കെതിരെ വിദ്വേഷ പ്രസംഗത്തിന് കേസെടുത്തിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ലീഗിന് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു.
പറയുന്നവരെ തടയുന്നില്ല. ആ വർഗീയ നിലപാടിനെ പൂട്ടേണ്ടുന്ന ഉത്തരവാദിത്വമുള്ള ആളുകൾ അത് ചെയ്യുന്നില്ല. അത് സമൂഹം മനസ്സിലാക്കട്ടെ. എന്നിട്ട് യുക്തമായ സമയത്ത് ഞങ്ങളിപ്പോൾ യൂത്ത് ലീഗ് കമ്മിറ്റി പരാതി കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ എവിടെ എത്തും. ഈ വ്യക്തിക്കെതിരെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് KPCC പ്രസിഡന്റ് പരാതി കൊടുത്തല്ലോ. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. എടുക്കുന്നില്ല നിങ്ങൾ പറഞ്ഞാലും ശരി, അന്ന് എടുത്തു, ഇന്ന് എടുക്കുന്നില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിങ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. സന്നിധാനത്തെ വിശേഷങ്ങൾ നോക്കാം. ശബരീഷ സന്നിധിയിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹം. കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ ഇന്നും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടത്. മകരവിളക്ക് അടുക്കും തോറും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെ നിരവധി തീർത്ഥാടകരാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളും ശബരിമലയിൽ ആരംഭിച്ചു. സന്നിധാനത്ത് നിന്നും സുധീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സന്നിധാനത്ത് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പുലർച്ചെ മുതൽ ആരംഭിച്ച തിരക്ക് അത് ഇപ്പോൾ രാത്രിയാകുമ്പോഴും ഇപ്പോഴും ആ തിരക്ക് അതേ കണക്ക് തുടരുന്നുണ്ട്. ഭക്തർ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പമ്പയിൽ നിന്നും മറ്റുമൊക്കെ എത്തുന്ന ഭക്തർ പല സ്ഥലങ്ങളിൽ നിന്നും ക്യൂ നിന്നുകൊണ്ടാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് സന്നിധാനത്ത് 18-ാം പടിക്ക് തൊട്ട് മുന്നിലായുള്ള ഒരു ക്യൂ ആണ്. ഇവിടെയും ഭക്തർ ഏറെ നേരം കാത്തു നിന്നതിന് ശേഷമാണ് 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം സാധ്യമാകുന്നത്. മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്ന സമയം മുതൽ അനുഭവപ്പെടുന്ന ഒരു തിരക്ക് അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 90,000-ന് മുകളിൽ ഭക്തർ തീർത്ഥാടകർ അയ്യപ്പ ദർശനത്തിനായി എത്തിയിരുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന അയ്യപ്പ ഭക്തന്മാരാണ് ഈ മകരവിളക്ക് സീസണോടനുബന്ധിച്ച് കൂടുതലായി എത്തുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മാളികപ്പുറങ്ങളും ഒപ്പം കുഞ്ഞയ്യപ്പന്മാരും ഒക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന അയ്യപ്പന്മാരുടെ ഈ ഒരു തിരക്ക് ഇത് സന്നിധാനത്തും മറ്റു പല ഇടങ്ങളിലും കേന്ദ്രീകരിച്ച് ഉണ്ട്. ഇവർ ഈ അയ്യപ്പ ദർശനത്തിനു ശേഷം പൂജകൾക്കും മറ്റുമായി സന്നിധാനത്തേക്ക് തങ്ങുന്നതിനാൽ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ആ രീതിയിലുള്ള ഒരു തിരക്ക് കൂടി അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും ഭക്തർക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും എല്ലാ വകുപ്പുകളും ചേർന്ന് ഒരുക്കുന്നുണ്ട്. പക്ഷേ ഏറെ നേരം അവർ ക്യൂ നിന്നുകൊണ്ട് ദർശനം നടത്തുന്നു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതൊക്കെ അയ്യപ്പ ദർശനം സാധ്യമാകുന്നതോടുകൂടി ആ ഒരു വിഷമഘട്ടം അവർ ഒഴിവാക്കും. തുടർന്ന് അവർ സന്തോഷത്തോടു കൂടിയാണ് തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നത്. ഏതായാലും ഇന്നും ഭക്തജന തിരക്ക് തന്നെയാണ് ശബരീശ സന്നിധിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മകരവിളക്ക് വരെയും ഈ തിരക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലുമുണ്ട്. അത്തരത്തിൽ അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും ഒപ്പം പോലീസും മറ്റ് വകുപ്പുകളും ചേർന്ന് നടത്തിവരികയാണ്. ശ്രീത്തിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, സന്നിധാനം.